നമസ്കാരം. നമ്മുടെ ശ്രീലേഖ IPS മാഡമില്ലേ, അവർക്ക് കണ്ടകശനിയുടെ ആരംഭമെന്ന് തോന്നുന്നത്. തുടർന്നിടത്ത് പാള്. ഈ മാഡം റിട്ടയർഡായി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇവരെന്തോ വലിയ സംഭവമാണ്. അങ്ങനെ സസ്നേഹം ശ്രീലേഖ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിരവധി ഫോളോവേഴ്സ്. മാഡം കയറിയാണ്ട് കസറി. അതിൻ്റെ ഇടയ്ക്ക് BJP വന്നേച്ചും തിരുവനന്തപുരം മേയറാക്കാം, നിങ്ങൾ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ലാസ്റ്റ് ഇന്നൊരു സൗണ്ടായി കേട്ടെ, വെറും ഒരു കൗൺസിലർ മാത്രമായി. ഇപ്പം എന്താ കണ്ടകശനി എന്ന് ഞാൻ പറയാൻ കാര്യമെന്നാ, ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇവർ കയറിയാണ്ട് കസറൽ തുടങ്ങി. ലാസ്റ്റ് ഇവരുടെ സർവീസ് കാലഘട്ടത്തിലുണ്ടായ കേസ് കെട്ടുകളുടെ ഡീറ്റെയിൽസ് ആധികാരികമായിട്ട് ഇവരെന്തോ വലിയ സംഭവം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കേസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കാൻ തുടങ്ങി. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ വിക്ടിമായിട്ടുള്ള കേസുകളുടെ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ ഇരകളെ ഐഡൻറ്റിഫൈ ചെയ്യണ ഒരു സൂചന കൊടുക്കാൻ പാടില്ല. അത് നിയമമാണത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 72, പിന്നെ കിളിരൂർ കേസിലെ പിഞ്ചു കുഞ്ഞിൻ്റെ പ്രശ്നം, ആ കുട്ടീൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു. അപ്പോൾ പോക്സോ കേസ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു മനുഷ്യാവകാശ പ്രവർത്തകൻ കേസ് കൊടുത്തു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. പോലീസ് ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. പോക്സോ കേസ് പ്ലസ് BNS ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 72. മാഡത്തിന് വല്ല ആവശ്യമുണ്ട് ഇതൊക്കെ. എല്ലാത്തിനും ഇപ്പോൾ ഒരു നിരാശ മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് തന്നെ. കാരണം മേയറിൻ്റെ കസേര, മേയറിൻ്റെ കോട്ട്, ഗൗണ് പോലത്തെ ഇതൊക്കെ ഇട്ടിരിക്കണൊക്കെ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്ന പാവം വെറും ഒരു കൗൺസിലറായിട്ട് ഒരു സൈഡിലിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഒരു നിരാശ. കാരണം എന്താണ്, ഇപ്പോൾ സാധാരണ ഒരാൾ ഇലക്ഷൻ ജയിച്ചു വന്ന് മേയറാക്കിയിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമല്ല. ഇത് 10-40 പോലീസുകാരും അകമ്പടിയും എന്നിട്ടും ഓഫീസിൽ കയറി ചെന്നാൽ സെല്യൂട്ട്, അങ്ങോട്ട് തിരിഞ്ഞാൽ സെല്യൂട്ട്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സെല്യൂട്ട്. ഇവർ വേറൊരു ലോകത്തായിരുന്നു. അതായത് പോലീസിലൊക്കെ സിസ്റ്റം അറിയാമല്ലേ, ഇവർ വരണ കണ്ടാൽ തന്നെ എല്ലായിടത്തും അറ്റൻഷനാവും. ഓഫീസറല്ലേ, IPS അല്ലേ. ഇതിപ്പോൾ എന്താ, ഒരു കൗൺസിലർ എതിരെ വരണം, അത്രേ ഉള്ളൂ. ഇപ്പം ഡൽഹി പോയ സംഘത്തിലും ഉണ്ടായില്ല. 5 ദിവസം ട്രെയിൻ യാത്ര ചെയ്യാൻ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതേപോലെ വയസ്സായ അമ്മനെ നോക്കാണ്ട് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ്. പക്ഷെ മാഡം ഇപ്പോൾ പെട്ട്. ഈ കേസ് ശരിക്കും ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ മാഡത്തിന് ശിക്ഷ കിട്ടും, ഒരു സംശയവും വേണ്ട. കാരണം ഇന്ത്യയിലുള്ള നിയമങ്ങൾ, അതും നിയമം അറിയുന്നൊരു വ്യക്തിയാണ് വയലേറ്റ് ചെയ്തേക്കണത്. ഇവരെല്ലാത്തിലും കയറിയാണ് ഇടപെടുകയാണ്. ആ സൗമ്യ കേസ്, നമ്മുടെ ഗോവിന്ദചാമിൻ്റെ കേസ്, ഇതിലൊക്കെ ഉള്ള ഇരകളുടെ ഡീറ്റെയിൽസ്, നിർഭയ കേസ്, ഡൽഹി, അതിൽ വരെ മാഡത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടായി. നിയമം അറിയണ പോലീസാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ഒരിക്കലും നിയമം തെറ്റിച്ച് ഇമാതിരി പണിയെടുക്കുമ്പോൾ കേസല്ല വേണ്ടത്, വേറെ എന്തെങ്കിലും പണിഷ്മെൻറ്റാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇതല്ലേ പറ്റുള്ളൂ. ഏതായാലും മാഡത്തിൻ്റെ കണ്ടകശനി കൊണ്ടേ പോകൂ. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞ് വരണുള്ളൂ. അപ്പോൾ നമസ്കാരം.